ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അലിയക്കട്ട് കുർത്തി വെട്ടണത് വരെ കാണിച്ചിരുന്നു. അപ്പം ഇനി നമുക്ക് തയ്ക്കാം. അപ്പോൾ വായോ. അപ്പോൾ നമ്മൾ കഴുത്തടിക്കാനായിട്ട് ഇതേ ക്യാൻവാസ് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ മറ്റേ ഫ്രണ്ട് നെക്ക് മറ്റേത് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ബോഡി പാർട്ട്, അതിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവെടുക്കാം, എത്രയാണെന്നുള്ളത്. ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 8.5 തികച്ചില്ല, ഒരു പോയിന്റിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ ക്യാൻവാസിൽ ഇവിടെ നിന്ന് ഒരു 8.5 ആവാൻ ഒരു പോയിൻ്റാണ് കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ആ ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 8 ആവാൻ ഒരു പോയിൻ്റ് കുറവിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇതാണ് നമുക്ക് പോയിന്റ് എടുക്കേണ്ടത്, ഇതല്ല. അത് കൂടാണ്ട് നമുക്കിനി ഇവിടെ നിന്ന് കഴുത്തിൻ്റെ വീതി 3.25 എടുത്തിരിക്കണേ. സത്യത്തിൽ 3.25 നമ്മൾ സാധാ കഴുത്തിൻ്റെ നമുക്ക് എത്രയാണോ, അപ്പോൾ ഞങ്ങൾക്ക് 2.25 കഴുത്ത്. പക്ഷെ അതിനെക്കാട്ടും ഒരു 1/2 ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കുന്നത് നന്നായിരിക്കും. വീനൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ കഴുത്തിലേക്ക് കയറിയിട്ട് കുടിസായിട്ട് നിൽക്കണമെന്ന് തോന്നും. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ, നമ്മൾ സാധാരണ കഴുത്തെടുക്കണേക്കാട്ടും. എന്നിട്ട് നമുക്ക് ആ 2 പോയിന്റും കൂടി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് വേറൊരു തുണിയിൽ ഇതൊന്ന് തേച്ചെടുക്കണം കേട്ടോ വെച്ചിട്ട്. നമ്മളിത് ലൈനിങ്ങും പിന്നെ അതിൻ്റെ മുകളിൽ നല്ല തുണിയും വെച്ചിട്ട് ഇതേപോലെ പിന്നൊക്കെ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെട്ടിയത് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക, അത് കഴിഞ്ഞിട്ട് വെട്ടി ഉള്ളിലേക്ക് മടക്കാട്ടാം. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് ഒരു 1/4 ഇഞ്ച് ഇതിലിങ്ങനെ വെട്ടിങ്ങിടെത്തുമ്പോൾ ഒരു ലേശം അടുപ്പിച്ച് വിട്ടാൽ ഇങ്ങനെ വെട്ടിയിട്ട് ഇനി നമുക്കിത് ഒന്ന് പതിച്ചടിക്കണം. ഇങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചിട്ട് പിന്നെ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അടിക്കണവർക്ക് അടിക്കാം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹെമ്മിങ് ചെയ്ത് വെക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ദേഹത്ത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗം ഇങ്ങനെ വെച്ച് അടിക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാനും അതിന് നേരം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത്രയും ഇറക്കം നമുക്ക് കഴുത്തിന് വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ട് ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈനിൽ നമുക്ക് ഇവിടെ അങ്ങനെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു തുണിയിൽ ഇങ്ങനെ ക്യാൻവാസ് ബാക്കിൽ വെച്ചതാക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇതേ പീസ് തുണി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഞെറിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ അത് അടിയിൽ വെച്ച് അടിച്ചു കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കണേ. അത് നമ്മളത് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളത് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാം കേട്ടോ, ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട്. ബാക്കിനൊക്കെ ഇതേപോലെ ലൈനിങ്ങും തന്നെ വരച്ചെടുക്കുക കേട്ടോ ചെയ്തേ. നമുക്ക് ഇതേപോലെ വെച്ച് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എന്നിട്ട് പൊട്ട ഭാഗത്തേക്ക് മറക്കാം കേട്ടോ. ബാക്ക് എടുത്ത് ജസ്റ്റ് ഒരു റൗണ്ടാട്ടോ തയ്ച്ച്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ലോക്ക് ഇട്ടിട്ട് ഷോൾഡറും യോജിപ്പിച്ചു. ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഇത് ചെയ്യാം കേട്ടോ. ഇത് ബാക്ക് സൈഡിലത്തെ വരുന്ന പാർട്ടാട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊരു ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ ഞെറി ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലത്തെ ഞെറികളില്ലേ, അതിട്ട് കൊടുക്കാം. ഇതേപോലത്തെ ഞെറികളാട്ടാ ഉദ്ദേശിച്ച്. എനിക്കിത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഒറ്റ കൈ കൊണ്ട്, ഇതുകൊണ്ട് അതാട്ട ഞാൻ കാണിക്കാത്ത. ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം കേട്ടോ. ബാക്ക് ഭാഗം ഫുള്ളായിട്ട് ഞെറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇവിടെ ഞെറിയിടാം. അപ്പോൾ നമ്മൾ 2 ഭാഗവും ഇതേപോലെ ഞെറിയിട്ട് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ഭാഗത്തിൻ്റെ നമ്മൾ മുകളിലേക്ക് ഇതാക്കിയ നടുഭാഗത്ത് നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കണം. ആ മാർക്കും
ഈ നടുഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് ഈ മാർക്ക് കണ്ട, അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാതും അടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മളൊരു തയ്യൽ തുമ്പ് വിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ട് അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഇതേപോലെ തന്നെ ബാക്ക് ഭാഗത്തും ഇവിടെയും വെച്ചടിക്കാം. ഇത് 2 സൈഡും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈനിങ് വെച്ചടിക്കാം കേട്ടോ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒരുമിച്ചും അടിക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ ഞെറിയിട്ട് അടിക്കാം, എന്നിട്ട് കൂട്ടി വെച്ചടിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി നിൽക്കണ തുണി ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങുമൊന്നും അഴിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അടിക്കണേ കേട്ടോ. അപ്പം നമ്മൾ 2 ഭാഗത്തും ഇതേപോലെ ലൈനിങ്ങൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണത്, അതിൻ്റെ ലൈറ്റ്. ഈ ഒരു ഇതിൽ 2 സൈഡും കെട്ടിയിട്ടുണ്ട്. ഇനി ഇതുമ്മ കൈ വയ്ക്കുക, വെള്ളടിക്കുക, അടിമടക്കി അടിക്കുക. കൈമ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഞെറിയിട്ടിട്ട് അടിക്കണം കേട്ടോ. ഇതേ നമ്മൾ കൈ ഇതേപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഫ്രില്ലിട്ടിട്ട് കൈയിൻ്റെ അടിഭാഗം അങ്ങനെ അടിച്ചിരിക്കണേ. പിന്നെ അടിയിൽ നൂല് പയർന്ന് പോരാണ്ടിരിക്കാൻ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെഷീനുമേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇൻ്റർലോക്കും ഓവർലോക്കും ഒന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെയും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നൂല് പരാണ്ടിരിക്കാൻ ഒരേ ഐഡിയയിൽ അടിച്ചു കൊടുക്കേണ്ടത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കണത് ഒരു ഗുണമില്ല ഉണ്ടാവും കേട്ടോ, വിട്ടുപോരും. ഇനി നമുക്ക് ഈ ഒരു ഇത് ടോപ്പുമ്മയ്ക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. കൈ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഇവിടെ ലൈനിങ് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതേപോലെ നെറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ നേടലടിക്കണ തുണിയാകുമ്പോൾ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇങ്ങട് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് പതിച്ചടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം ഇത് ഇങ്ങട് വരില്ല. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാണും. അത് നെറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങട് ആ ഒരു ഇത് വരില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് സൈഡ് അടിക്കാം കേട്ടോ, ഷേപ്പ് അനുസരിച്ച്. അപ്പം അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ വിരിച്ചിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണത് നന്നാവും. അപ്പം അങ്ങോട്ടും നീങ്ങില്ല അത്. പിന്നെ നമ്മുടെ അളവനുസരിച്ച് ഷേപ്പിൻ്റെ അവിടെ, അതുപോലെ ബ്രസ്റ്റിൻ്റെ അവിടെ, അങ്ങനെ റിഗാള് ഇതൊക്കെ വെച്ച് വരച്ച് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലര് നമ്മുടെ റിഗാളും പിന്നെ നമുക്ക് ഷേപ്പ് വരുന്നത് അത് പലർക്കും പല ഇതിലായിരിക്കും ഇറക്കാം. നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക് ഇറങ്ങി ആ ഷേപ്പ് വരുന്ന ഭാഗത്തെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി പിന്നെ ഇങ്ങനെ അടിക്കുക ചെയ്യുക. അപ്പം ചില ടൈമിൽ നമ്മളത് റിഗാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടം കൊണ്ട്, അതായത് ബ്രസ്റ്റിൻ്റെ അവിടെ ചിലപ്പോൾ ടൈറ്റ് ആവും, ചിലർക്ക് അവിടെ ലൂസും. അപ്പോൾ നമ്മൾ വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ഷേപ്പും അതുപോലെ റിഗാളും എടുക്കണതിൻ്റെ ഒപ്പം തന്നെ ബ്രസ്റ്റിൻ്റെ സൈസും കൂടി അളവും കൂടി എടുത്തിട്ട് അതും കൂടി നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇങ്ങനെ വരച്ച് കൊടുത്ത് അടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമതൊരു പണിയെടുക്കാണ്ട് കഴിയും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മളിതിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. അതിനൊരു അളവ് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരച്ച് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ തെറ്റത്ത് കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു കൊണ്ടുപോകാം കേട്ടോ. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ ഇങ്ങനെ അടിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഉള്ളിൽ ഈ ഞെറിയിട്ട് കൊടുത്തത് കൊണ്ട് ചിലത് ഈ ഞെറികൾ ഇവിടെ നിന്നുള്ള ഞെറിയുടെ ഇതൊക്കെ ഇതേ കണ്ട ഇതേപോലെ നീങ്ങി ഇങ്ങനെ വന്ന് കിടക്കും. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചു പോകുമ്പോൾ ഇതുമ്മ കൂടിയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ അടിപ്പ് വരണേന്ന് നമ്മൾ നോക്കുക. ആ നോക്കിയിട്ട് അവിടെയുള്ള ഞെറികൾ അതായത് ഇതേപോലെ നമ്മൾ ഞെറി ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ. കൂടുതൽ ഇങ്ങോട്ട് പെട്ടു പോകരുത്. അത് മറയ്ക്കുമ്പോൾ ഒരു വൃത്തികേടുണ്ടാവും അവിടെ, അങ്ങനെയായി കഴിഞ്ഞാട്ടാ.
ഇപ്പം നമ്മൾ സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് അടി മടക്കി അടിക്കണം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ രണ്ടാക്കി മടക്കുമല്ലോ, ഇങ്ങനെ മടക്കി അടിക്കണേക്കാട്ടും നല്ലത് നമുക്ക് ഈ അടിഭാഗമൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തെരിക്കുക. നമ്മൾ വിളക്കിക്കാനുള്ള തിരിയൊക്കെ തെരിക്കില്ലേ, അതേപോലെ അതിങ്ങനെ ഒന്ന് തെരുത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ തെരുത്തിട്ട് അടിക്കുമ്പോൾ ഇത്തിരിയും കൂടി ഒരു ബലവും കിട്ടും, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പൂവൂട്ടാം. മറ്റേ തരത്തിലൊക്കെ ചെയ്യാൻ പറ്റണവർക്ക് കുഴപ്പമില്ല. പക്ഷേ സാധാ മെഷീൻ ഇതേപോലത്തെ പണ്ടത്തെ മെഷീനുള്ള ആൾക്കാർക്ക് വേറെ രീതിയിലൊന്നും അടിക്കാൻ പറ്റാത്തവർ ഇതേപോലെ ഒന്ന് തെരുത്ത് കൊടുത്തു കഴിഞ്ഞ് ഇത്തിരിയും കൂടിയും പെർഫെക്ഷൻ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് തെരുത്തടിക്കുമ്പോഴേ ഇതേപോലെയായിട്ട് കിട്ടാം. കണ്ട വീതി കുറഞ്ഞിട്ട് നമുക്കിതേപോലെ കിട്ടും. നമ്മൾ മറ്റോണം അടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും വൃത്തിയിൽ കിട്ടണമെന്നില്ല. അതിപ്പോൾ അമ്പർല സ്കേർട്ടുകൾ അടിക്കുകയാണെങ്കിലും നമുക്ക് അടിഭാഗം ഇതേപോലെ തെരുത്തടിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴുത്തുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടം വരെ ഇങ്ങനെ ഓട്ട വരും, അപ്പോൾ നമുക്കത് കൂടുതലാവില്ല. പിന്നെ കയ്യുമ്മ ഇതേപോലെ ചെറുതായിട്ട് ഞെറിയിട്ടിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ഇതേപോലെ ഞെറി കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഇതേപോലെ ഞെറി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഞെറി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനായിട്ടും തയ്ക്കാട്ടോ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എടുക്കണേക്കാട്ട് ഒരു 3-4 ഇഞ്ച് ബാക്കിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നമ്മൾ 2 ഭാഗം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറക്കം നോക്കിയിട്ട് മടക്കി അടിക്കുമ്പോൾ വെട്ടി ശരിയാക്കിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറക്കം കുറവ് വരും. കാരണം ബാക്കിൽ ഞെറിയില്ലാണ്ട് ഫ്രണ്ടിൽ ഞെറി വരുമ്പോൾ ഫ്രണ്ടിലേക്ക് തൂങ്ങി വരും കേട്ടോ. അത് അപ്പോൾ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ അതുപോലെ അടിഭാഗം നമ്മൾ ഇങ്ങനെയായിട്ടാണ് ഉണ്ടാവുക. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ തെരുത്തടിച്ചത് കൊണ്ട് അതൊരു കട്ടി ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ വേറെ രീതിയിലൊന്നും അടിക്കാൻ പറ്റാത്ത സാധാ മെഷീനൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ അടിച്ചു നോക്കാം. അപ്പോൾ ഒരാളുടെ കമൻറ്റിൻ്റെ പേരിലാട്ടാണ് ഞാൻ ഇതിട്ടത്. അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറയാം. ആർക്കെങ്കിലും ഇതേപോലെ തയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതും അഭിപ്രായം പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.